20,000-ലധികം ജോബ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത ആഴ്ചയാണിത്. PSC, UPSC, ബാങ്കിംഗ് മേഖലകൾ, ക്യാബിൻ ക്രൂ, ഇന്റർനാഷണൽ ലെവൽ വേക്കൻസീസ് എല്ലാം നമുക്കിവിടെ കാണാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏതൊക്കെ വേക്കൻസികൾ എപ്പോൾ അപ്ലൈ ചെയ്യാം, എന്താണ് സാലറി സ്കെയിൽ എല്ലാം നമുക്ക് നോക്കാം. കേരള PSC 89 കാറ്റഗറികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, ഫയർ ഓഫീസർ, വനിതകൾക്കാണ്. ബൈൻഡർ തുടങ്ങി വിവിധ തസ്തികകളിലേക്ക് ടീച്ചേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. മുഴുവൻ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന ഒഫീഷ്യൽ PSC വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയും 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. 3/9/2025 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ യു ഡു ഇറ്റ്. പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ക്ലർക്കുമാരെ നിയമിക്കുന്നു. 10,000-ലധികം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബറോഡ ബാങ്ക് ഉൾപ്പെടെ 11ഓളം ബാങ്കുകളിലേക്കാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡിഗ്രിയാണ് മിനിമം യോഗ്യത. എന്നാൽ ഓരോ സംസ്ഥാനത്തേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ഭാഷ എഴുതാനും വായിക്കാനും അറിയണം. കേരളത്തിൽ 330 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 24,000 മുതൽ 64,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രൊമോഷൻ സാധ്യതയും നിലവിലുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 21. കേരളത്തിലെ സഹകരണ ബാങ്കിൽ, കോർപ്പറേറ്റ് ബാങ്കുകളിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. 253 വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാഷ്യർ തസ്തിക, അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ നൽകുകയും പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതുമാണ്. ഓഗസ്റ്റ് 31 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വ്യോമസേനയിൽ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഇപ്പോൾ ഒരു അവസരം. അഗ്നിവീർ വായു എന്ന ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. +2-ന് 50% ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിൽ മാർക്ക് ലഭിച്ചവർക്ക്, കൂടെ ഇംഗ്ലീഷിനും 50% മാർക്ക് വേണം കേട്ടോ. ITI ക്വാളിഫിക്കേഷനും പറ്റും. ഇത്തരം യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. 4 വർഷത്തേക്ക് വ്യോമസേനയിലെ അഗ്നിവീറിലോട്ടുള്ള ആപ്ലിക്കേഷനാണ് ക്ഷണിച്ചിട്ടുള്ളത്. 30,000 മുതൽ 36,000 രൂപ വരെയാണ് ഓരോ വർഷവും ഇതിന് സാലറി ആയിട്ട് ഇൻക്രിമെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെയുള്ള ആനുകൂല്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാ സ്ക്രീനിൽ കാണുന്നു. യു ക്യാൻ ഡു ഇറ്റ്. വെസ്റ്റേൺ റെയിൽവേയിൽ 3,115 അപ്രന്റീസിന് ക്ഷണിച്ചിട്ടുണ്ട്. SSLCയോടൊപ്പം ITI ട്രൈഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. ഫിറ്റർ, വെൽഡർ, കാർപ്പൻ്റർ തുടങ്ങിയിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം. 14 മുതൽ 24 വയസ്സ് വരെയാണ് ഈ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. കൃത്യമായ മാനദണ്ഡം അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ ഒരു അപ്രന്റീസ്ഷിപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 14. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസിൽ എസ്പെഷ്യലി ക്യാബിൻ ക്രൂ +2 യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് എയർലൈൻസ് ആണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. 170ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ബിഫോ കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. നിങ്ങൾക്കറിയാലോ. മിനിമം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയണം. +2 കഴിഞ്ഞ് 1 വർഷമെങ്കിലും കസ്റ്റമർ കെയർ മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മസ്റ്റാണ്. 2.5 ലക്ഷം രൂപ വരെ സാലറി ലഭ്യമാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ടു. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് 3,000-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡ്മാൻ തസ്തികകളാണ്. കോൺസ്റ്റബിൾ ട്രേഡ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കുക്ക്, ടൈലർ, കാർപ്പൻ്റർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയുള്ള തസ്തികകളാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യത. ഒപ്പം ട്രേഡ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ITI പോലത്തെ സർട്ടിഫിക്കറ്റുകൾ മസ്റ്റാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ശാരീരിക യോഗ്യതകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ശമ്പള സ്കെയിൽ നിശ്ചയിച്ചിട്ടുള്ളത് 21,000 മുതൽ 69,000 രൂപ വരെയാണ്. അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 24. ഇൻ്റലിജൻസ് ബ്യൂറോയിൽ 10ാം ക്ലാസ്സുകാർക്കും ജോലി കിട്ടും. 330ഓളം വേക്കൻസികൾ കേരളത്തിലും 4,000-ലധികം വേക്കൻസികൾ ഓൾ ഇന്ത്യ ലെവലിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ട്രേഡുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 3,500ഓളം വരുന്ന നഴ്സിംഗ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൾ ഇന്ത്യ മെഡിക്കൽ
ഇൻസ്റ്റിറ്റ്യൂട്ട് അടങ്ങും എയിംസ് അടങ്ങുന്ന സ്ഥാപനങ്ങളിലാണ് 18ഓളം വരുന്ന സ്ഥാപനങ്ങളിലും കൂടാതെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമായിട്ടാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, GNM ഒക്കെ കഴിഞ്ഞ ഡിപ്ലോമക്കാർക്കും ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനിലൂടെയാണ് ഈ കാറ്റഗറിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ കാണാവുന്നതും അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതുമാണ്. അപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 11 ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇവിടെ 500ഓളം അസിസ്റ്റൻറ്റുകളെ നിയമിക്കുന്നു. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 31 വയസ്സാണ് ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. ഇനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല സാലറിയൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം. 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 17